എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിക്ക് പോവാണ്. ഗൈസ് നോക്കൂ, ഇന്നലെ നമ്മൾ അതായത് എന്നാ ഗായ്സിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്നോട് പറയാ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ അങ്ങനെ വേളാങ്കണ്ണി സൂപ്പർ ഉറക്കമായിരുന്നു കേട്ടോ. കിടന്നത് മാത്രം ഓർമ്മയുള്ളൂ. നമുക്കിനി 100 കിലോമീറ്റർ ഉള്ളൂ വേളാങ്കണ്ണി. അതായത് നമ്മുടെ കുടുംബയാത്രയുടെ അവസാന ഘട്ടങ്ങളിലോട്ട് എത്തി. മലയാളത്തിൽ പറയണേ കുടുംബയാത്ര, ഇംഗ്ലീഷ് പറയണേ ഫാമിലി ട്രിപ്പ്. അതായത് നമ്മുടെ കുടുംബയാത്ര ഇനി വെറും 3 ദിവസങ്ങളിലുള്ളൂ. ഞാൻ മലയാളിയാണ്. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ കുടുംബ തല്ലിലേക്ക് കിടക്കും. അവിടെ ഒരു തല്ലല് ഗൈസ് നോക്ക്, മൈക്കിൾ ഉണ്ടല്ലോ, ഈ കാണുന്നത് എന്തോ വലിയ സംഭവം ഓർത്ത് അവൻ പിടിച്ചോട്ടുണ്ട്. കരിയും പരിപാടിയൊക്കെ. അപ്പനെ നോക്കുന്നത് അവൻ ഈ പെണ്ണിനെ ഇഷ്ടം. എവിടെ ചെന്നാലും ഈ പെണ്ണുണ്ടെങ്കിൽ ചൂണ്ടി കാണിക്കും, മേടിച്ചു കൊടുക്കാം. അതെ, അതൊക്കെ കയ്യിൽ നിന്ന് കളഞ്ഞ് കൈ അടിച്ചു മൈക്കിള്. മൈക്കിൾ ആദ്യമായിട്ടല്ലേ വേളാങ്കണ്ണി പോകുന്നേ അല്ലേ? ഇവൻ വയറ്റിലുണ്ട സമയത്തല്ലേ നീ വേളാങ്കണ്ണി പോയേ? ഗൈസ് നോക്കൂ, മൈക്കിൾ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി പോകുന്നത്. മൈക്കിളിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ വേളാങ്കണ്ണിക്ക് പോവാണ്. ഞങ്ങൾ ഇന്ന സ്ഥലത്തിന്റെ തൊട്ടി കാണുന്ന ഇവിടെ കണ്ടല്ലോ, ഫുള്ള് ഇഷ്ടിക കളങ്ങളാ കേട്ടോ. ഇഷ്ടിക കളം അല്ലേ? ഒരു കാര്യം പറയണ്ട, മൈക്കിളിനെ മുട്ട വലിക്കണ്ട, മൈക്കിളിനെ അങ്ങ് വിട്ടാ മതി, തന്നെ വലിക്കും. അതൊരു യാഥാർത്ഥ്യമായിട്ടാ. ഗൈസ് നോക്കൂ, ഇനി നമുക്ക് ഏതാണ്ട് 100 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ ടാറ്റ സഫാരി ഇവിടെ കിടപ്പുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല യാത്രാസുഖമായിരുന്നു. ഇതുവരെ വലിയ കുഴപ്പമുണ്ടായില്ല. ഞങ്ങളുടെ ബാഗേജും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ബേക്കിലുണ്ട്. മമ്മി എന്തോ പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് ശരിയാട്ടോ, അത് ശരിയാ. മമ്മി സംസാരിക്കുന്നത് അപ്പം പറയാം, നീ മിണ്ടായിരിക്കും, പൊട്ടത്തരം പറയാ. മമ്മി ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് തന്നെ ട്രോളണം കേട്ടോ. ഫൈനലി നമ്മുടെ വണ്ടിയൊക്കെ ഫുള്ള് വൃത്തിയാക്കി കേട്ടോ. അതായത് കുറച്ച് പൊടിയും പിന്നെ കുറച്ച് കച്ചറൊക്കെ ഉണ്ടായിരുന്നു, മൈക്കിളിന് കൊടുത്തതിന്റെ അതൊക്കെ വൃത്തിയാക്കി ലെവലാക്കി എടുത്തു. പിന്നെ അതേപോലെ തന്നെ ഇത് ഫ്രണ്ടിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലെവലാക്കി എടുത്തു. ഇതാ മൈക്കിളിന് കൊടുക്കാനുള്ള വത്തക്ക ഉണ്ട്. വേണം ഇപ്പം മുറിക്കാം, അല്ലെ പിന്നെ മുറിക്കാം. നമുക്ക് വത്തക്ക എല്ലാവർക്കും കൂടെ മുറിച്ച് കടിക്കായിരുന്നു. ബർഗറിൽ നിന്ന് പോലെ. ഗൈസ് നോക്കൂ, വത്തക്ക ഇപ്പൊ മുറിക്കുന്നുണ്ടോ? വേളാങ്കണ്ണി നിന്നാണോ? ഗൈസ് ഇത്രയും നേരം വരെ 4 വരിപ്പാതയായിരുന്നു, ഇപ്പൊ അത് 2 വരിപ്പാതയായി. ഈ കാണുന്ന 2 വരിപ്പാത കൂടിയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. അടിപൊളി സ്ഥലം അല്ലേ? നമുക്ക് വീരപ്പന്റെ കാട് കാണാൻ പറ്റില്ല, സത്യമംഗലം. ഞങ്ങള് ഫുഡ് മേടിച്ചിട്ട് ഇനി 3 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഒരു അച്ചാറിന്റെ ഒരു പരിപാടിയിലേക്കൊക്കെ നീങ്ങുന്നതായിരിക്കും. ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ചാണ് യാത്ര ചെയ്തത്. പക്ഷെ അതിൽ കറക്റ്റ് ഷോർട്ട് വഴിയുണ്ട്. ലാസ്റ്റ് ആപ്പിൾ മാപ്പ് ഇട്ട് യാത്ര ചെയ്തു, അപ്പം വലിയ കുഴപ്പമുണ്ടായില്ല. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അതിനപ്പാ മമ്മിക്ക് പിന്നെ അച്ചാർ പൊടി ഏതാ മസാലപ്പൊടി ഏതാന്ന് അറിയത്തില്ല. നമ്മള് പഴയ വീട്ടിൽ പോയി പോവാ, എല്ലാം പറഞ്ഞിട്ട് പോയി മാറിക്കോ. പോവാ, അപ്പൊ സമയം പോന്നു. വാ ഗൈസ് നോക്കൂ, നമ്മൾ ഒരു വാക്കും കൂടെ പറയാണ്, സമാധാനമാണ് ഈ ബുൾജറ്റിന്റെ ഏറ്റവും വലിയ വഴി. അപ്പൊ നമുക്ക് സമാധാനത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. അതായത് നമ്മൾ ഇന്ന് എടുക്കുന്ന ഹോട്ടൽ റൂം 2 ദിവസത്തേക്ക് എടുക്കണം, ഇന്നും നാളെ എടുക്കണം. നാളെയും കൂടെ വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ടാണ് നമ്മൾ നേരെ രാമേശ്വരത്തിന് പോകുന്നത്. രാമേശ്വരത്തിന് നമ്മൾ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? കന്യാകുമാരി. കണ്ട, എല്ലാ അമ്മയ്ക്കും കന്യാകുമാരി കാണും, പപ്പയ്ക്കും കന്യാകുമാരി കാണും. പപ്പയുടെ അപ്പം പോയതുകൊണ്ട് അപ്പന് കന്യാകുമാരി കാണുമെന്ന് അപ്പം പറയുന്നത് അല്ലേ? ഞങ്ങൾ പണ്ടാടി 4-4.5 വർഷം മുമ്പേ ഞങ്ങൾ പാറയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. നല്ല കിട്ടും. നോക്കൂ, വേദിയിലിരിക്കുന്ന വിശുദ്ധ ഏബിന് നോക്കി നിൽക്കുന്ന അപ്പൻ എത്രയും പെട്ടെന്ന് വണ്ടിയിൽ കയറേണ്ടതാണ്. ഗൈസ് നോക്കൂ, അപ്പൊ നമ്മൾ വേളാങ്കണ്ണിക്ക് യാത്ര ഇരിക്കുകയാണ്. എല്ലാവരും വണ്ടി കയറി. ഇനി ഞാൻ ലിബിനും അപ്പനും കയറണം. അപ്പ കേറപ്പാ. ഗൈസ് നോക്കൂ, അപ്പം കയറുവാണ്, ഞാനും ലിബിനും കയറുവാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു 100 കിലോമീറ്റർ ആണ്. ഈ ആപ്പിൾ മാപ്പിലുണ്ടല്ലോ മൈലായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇത്ര മൈല് 108 മൈൽ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 2 ആപ്പിൾ മേടിക്കാം, വശത്ത് വെക്കാം, എന്നിട്ട് മാപ്പ് പറയാം. അല്ല, ഗൂഗിൾ മാപ്പിൽ എത്ര കാണിക്കുന്നത്? ഗൂഗിൾ മാപ്പിൽ എത്ര പറയുന്നത്? 170 ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ആപ്പിൾ മാപ്പിൽ 108 മൈല്. ഈ മൈല് മാറ്റാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ? മൈല് മാറ്റണേ മൈല് നമുക്ക് വിളിക്കാം.
ഓ മയില് മാറ്റാൻ പറ്റുന്നത് എങ്ങനെ മയിലിന്ന് ഇത് മാറ്റുന്നേ? അല്ലടി മയില് അടി ഇതിന്റെ അത് കാണിക്കുന്നത്. നമ്മൾ നേരെ പോകുന്നു, ഒരു ഹോട്ടൽ എടുക്കുന്നു. നമ്മൾ 2 ദിവസമായി ഹോട്ടൽ എടുത്ത് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഹോട്ടൽ എടുക്കുന്നു, കുളിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. എന്നാ പറ്റിയേ? അവൻ പണങ്ങി എല്ലാരോടും. അവനെന്തോ തപ്പാൻ പോയതാ, അവനൊന്നും കിട്ടിയില്ല. മാങ്ങ വന്നിട്ട് അവന് കൊടുത്തോ? ആര് പറഞ്ഞു കൊടുത്തു? മൈക്കിൾ ഒരു കടി അടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എറിയുമായിരുന്നല്ല. മൈക്കിളിന്റെ പാത്രം എന്ത് ചെയ്യേ? പാത്രം എടുത്ത് വെച്ചില്ലേ? എന്നാടാ മൈക്കിളെ, എന്നാ പ്രശ്നം? എന്നാ പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചു. എന്നാ AC-യുടെ വിൻഡ് ആയിരിക്കും. അല്ല, അവൻ വെള്ളം കുടിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞ. അവൻ പ്രായമായില്ല, അവൻ ചോദിച്ചു വാങ്ങാൻ പഠിച്ചു. ഈ കാണുന്ന 2 വരി നല്ല തനതായ നാടൻ സെറ്റപ്പ് കിട്ടില്ല സ്ഥലത്തിലൂടെ ഞങ്ങൾ പോവാണ്. തമിഴ്നാട്ടിന്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടി എന്ത് സുഖമല്ലേ. നമ്മളൊരു ഫുഡ് കഴിച്ചാൽ തന്നെ എത്ര പൈസ കുറവാ. ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, ഇഡ്ഡലിയും ദോശയും മറ്റേ ഓംലെറ്റ് ഒക്കെ വാരി അടിച്ചിട്ട് ആകെ 155 രൂപ അത്ര ആവുന്നുള്ളൂ കേട്ടോ. എനിക്കറിയത്തില്ല. അതായത് നമ്മൾ ഇങ്ങനെയുള്ള തനതായ സ്ഥലങ്ങളിൽ വരാൻ നേരത്ത് ഭയങ്കര ചെലവ് കുറവും, അതേപോലെ ആൾക്കാർ നല്ലതും, പിന്നെ നമ്മുടെ കൊച്ചിനൊക്കെ അവർ ചൂടുവെള്ളം എല്ലാം എന്തോ പരിപാടി നടപ്പുണ്ട്. അമ്പലമാണെന്ന് തോന്നുന്നത്. എന്തോ ഒരു ഫംഗ്ഷൻ നടപ്പുണ്ട് ഗൈസ്. നോക്ക്, എന്തോ ഒരു പരിപാടി നടപ്പുണ്ട്. അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഗൈസ്. വേറെ കേസ് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞത്, ഞങ്ങൾ ഒട്ടും വിചാരിച്ചല്ല കേട്ടോ ടാറ്റ സഫാരി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഇതിന്റെ ഒരു ഫീലിംഗ്, പ്രത്യേകിച്ച് 4-5ാമത്തെ ഗിയറിൽ ഇത് ഓടിക്കാൻ കിട്ടുന്ന ഒരു ഫീല്, അതേപോലെ തന്നെ യാത്രാ സുഖം. യാത്രകനായ നീ ഒന്ന് സംസാരിക്കാൻ ഇതല്ലേ അടിപൊളി വണ്ടിയാ. അതാണെന്നേ, അത് സത്യമാണ്. ഞാൻ റോയ്സ് റോയ്സ് വരെ സഞ്ചരിച്ചിട്ടുണ്ട് ദുബായിന്ന്, ഞാനുണ്ട്, കേറിയിട്ടുണ്ട്. അതിന്റെ അകത്ത് കയറി അതിനേക്കാൾ ഫീലിംഗ് ആണ് ടാറ്റ സഫാരി. ഇതെങ്ങനെ ഒരു കംഫർട്ട് നല്ല കേട്ടോ. ഇതിന്റെ ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആട്ടവും ഒരു പ്രത്യേക ഒരു മൂവ്മെന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം യാത്ര. പോകുന്ന വഴിക്ക് ഒരു ഡാം, ഏതാണ് ഡാം എന്നല്ല, നമ്മൾ തിരുച്ചിറപ്പള്ളി വഴി നമ്മൾ പോകുന്നത്. തിരുച്ചിറപ്പള്ളി ഡാം ആയിരിക്കും അത്. അല്ലടാ, അവിടെ ഒന്നും എത്തിയിട്ടില്ലെന്നേ. ആണോ? പോകുന്ന വഴിക്ക് കണ്ട ഏതൊരു ഡാമാട്ടോ. അത്യാവശ്യം ഇപ്പം ഫ്രണ്ടിലേക്ക് ഒരു ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടുണ്ടോ. വലിയ ബ്ലോക്ക് അല്ല, ഒരു 4-3-7 വണ്ടിയുടെ ബ്ലോക്ക് കേട്ടോ. 4-3-7 ഈ കാണുന്ന കുടത്തിന്റെ അകത്ത് ഇത് കണ്ടിട്ട് ആരും മോരുമ്പെള്ളം വന്ന് വിചാരിക്കില്ല കേട്ടോ. ഇതെന്തോ കഞ്ഞി പോലത്തെ സാധനമാണ്. അതായത് നമ്മുടെ കഞ്ഞിയില്ലേ, അതേപോലെ ഇവര് മോരും ഇവിടെ ചോറും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അത് തന്നെ പഴങ്കഞ്ഞി പോലത്തെ. എന്റെ പൊന്നെ, പുളിമരത്തിന്റെ ഇടയിൽ കൂടെ പോകാൻ എന്ത് രസമാടാ. നല്ലൊരു തണുപ്പ്, നല്ല ഒരു ഫീലിംഗ് ആട്ടോ. അതായത് നല്ല കിടിലൻ പച്ച നിറത്തിലുള്ള പ്രകൃതിയോട് ഇണങ്ങിയ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. 2 വരി പാതയാണ്. പ്രൈവറ്റ് ബസ് നോക്കിയാൽ ഇവിടെയൊക്കെ പ്രൈവറ്റ് ബസ് ക്യാമറ ഇരിക്കുന്ന നോക്കണം. അത് ഇവിടെ റൂളായി. എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഇപ്പൊ ഇവിടെ ക്യാമറയുണ്ട്. ഫ്രണ്ടും ബേക്കും സൈഡും നല്ല കിടിലും ബസ്സാ കേട്ടോ. ഞങ്ങളുടെ എല്ലാ വണ്ടിയിനകത്തും ക്യാമറയുണ്ട്. ഇത് ഒഴിച്ചിട്ടല്ലേ ബസ്സിന്റെ അകത്തുണ്ട്, ട്രാവലറിന്റെ അകത്തുണ്ട്. നമ്മുടെ ബാക്കിയെല്ലാം ലൈവാ. നമ്മുടെ ഫോണിലോട്ട് നമുക്ക് അറിയാൻ വേണ്ടി ഇതിനും കൂടെ നമുക്ക് സാധനം വേണം കേട്ടോ. എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു വണ്ടീനകത്ത് ഒരു CCTV ഉള്ളത് എപ്പോഴും നമുക്ക് ഒരു ബെർത്താണ്. അതിന് പൈസ പോകുന്ന ആരും കരുതില്ലല്ലേ ഇവനെ. നമ്മുടെ വീട്ടിലെ അടുക്കള, ഹാള്, പിന്നെ വിസിറ്റിംഗ് റൂം, 3 റൂം ഉള്ളില്. മൊത്തം എത്ര ഉണ്ട്? 8 ക്യാമറ. അമ്മ പറഞ്ഞു. KFCക്ക് ഈ അവസ്ഥയായോ? ഇങ്ങനെ പരസ്യം കച്ചവടം തിരിച്ചി അടിപൊളിയാണല്ലോ. കച്ചവടം നന്നായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. KFCക്കും ഈ അവസ്ഥയായോ? ഇപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അമ്മ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അപ്പൻ ചെയ്യുന്ന പോലെ തോന്നി വന്നു നോക്കി. അമ്മയ്ക്ക് അത് മൈൻഡൊന്നും ഇല്ല കേട്ടോ. എന്റെ അപ്പ പാവമുണ്ട്. ഇപ്പൊ ഉറങ്ങട്ടെ. നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ടോൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര വലിയ ടോളില്ലായിരുന്നു, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. തമിഴ്നാട്ടിൽ അത്ര ഈ പറയുന്ന അത്ര ടോളില്ലല്ലോ. 80 രൂപ ടോളിന്. നമ്മൾ നേരത്തെ ഇന്നലെ രാത്രിയൊക്കെ പാസ്സാവുന്ന 150 രൂപയൊക്കെ ഉള്ള ടോളുകളായിരുന്നു. പക്ഷെ വലിയ ടോളില്ലായിരുന്നു കേട്ടോ. ടോള് കുറവാണ്, പക്ഷെ കർണാടകത്തിൽ ഇച്ചിരി ടോള് കൂടുതലാണ്. സത്യം കേട്ടോ. കർണാടകത്തിനും പിന്നെ മഹാരാഷ്ട്ര പിന്നെ ഇപ്പൊ അറിയാം നമ്മൾ എത്രയാന്നുള്ളത്. ഗൈസ്
ഞങ്ങളുടെ ബസ്സോ ട്രാവലറോ ഒക്കെ പോവാണെങ്കിൽ ഞങ്ങളിവിടെ ഇഷ എണ്ണ വരപ്പിക്കട്ടോ. കാരണം 80 രൂപ. ഇഷ എണ്ണ വരപ്പിക്കട്ടോ. കാരണം ഈ ബേവറേജിലിട്ട് ഇവരുടെ ഇതിനകത്ത് ഈ മഹാരാഷ്ട്രയുടെ ഒക്കെ ഇതിനകത്തു നിങ്ങൾ പെപ്സിയും കൊക്കക്കോളയും കുടിക്കുന്ന കൊച്ചു കണ്ടു. ഇരുന്ന വഴിക്ക് കുറച്ചേരം നിന്ന് കേട്ടോ. പപ്പ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി സ്ഥലം നോക്കി. അഭിരാമി ഫോട്ടോഗ്രാഫർ. നാളെ ന്യൂസ് വരും. റീൽസ് വെക്കാനായ കിളവൻ മരത്തിന്റെ മേളിൽ കയറി അഭ്യാസം കളിച്ചു. നോക്കിയേ മരത്തിന്റെ മേളില് അപ്പന്റെ ഓരോ കേസ് കേട്ട് നോക്കിയേ. എടുത്തു കൊടുത്തോടി. ഗൈസ് നോക്കൂ, നമുക്ക് നേരെ വേളാങ്കണ്ണി അല്ലേടാ ലിബി? നമുക്ക് റൂം എടുത്ത് റെസ്റ്റ് ചെയ്യണം. 2 ദിവസം നമ്മൾ റൂം എടുക്കാതെ കിടന്നല്ലേ. ഇന്ന് നമുക്ക് റൂം എടുത്ത് കിടക്കാം. നാളെ എടുക്കുന്നുണ്ടോ? ഇന്ന് ഒരു ദിവസം വേളാങ്കണ്ണി, നാളെ വേളാങ്കണ്ണി പോയിട്ട് നാളെ വൈകുന്നേരം നമുക്ക് രാമേശ്വരം പോവാം. രാമേശ്വരം പോയിട്ട് നമുക്ക് നേരെ കന്യാകുമാരി പോയി നേരെ പോവുകയും ചെയ്യാം. നല്ലേ? അതെ, ഇവിടെ ഭയങ്കര കുസ്തിയായിട്ട് 2 എണ്ണം. എന്നാടാ മൈക്കിളെ? എന്നാടാ മൈക്കിളെ? ചിരി നോക്കിയേ. അപ്പം കയറിയോളെ. അപ്പം കയറിയാലോ കൊച്ചിന് കയറണമെന്ന്. വണ്ടി കയറാ കൊടുക്കമ്മേ. മോശം അടിക്ക് വിട്ടോ. അതാണ് കലി വന്ന അപ്പം തല്ലു കിട്ടോ. അതാണ് വിഷയം. നിന്റെ അമ്മയോടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാ. വീടല്ലേ? അയ്യോ, മമ്മിയോടെ നിക്കണേ. ഫോട്ടോ കിട്ടുവോ? അത് നിക്കടാ. ഇങ്ങോട്ടേ ഇങ്ങോട്ട് നോക്കിയേ. എന്താടാ ലിവിനെ കുറച്ച് അപ്പാപ്പാ ഇവിടെ നോക്കടാ. ഇങ്ങോട്ട് നോക്കടാ. എന്റെ അമ്മേ കലി നോക്കിക്കേ. ഇങ്ങോട്ട് വാ. ഇവര് രണ്ടുപേരും ഇവിടെ നമുക്ക് പോയേക്കാം. പപ്പ ഇങ്ങോട്ട് നോക്കിയാ. ചിൻ പൊട്ടിക്കപ്പ്. ആരെയാ? അമ്മക്ക് കിട്ടിയല്ലേ? നിന്റെ കരിനാക്കാണല്ലോടി. പപ്പ ഇങ്ങോട്ട് നോക്കിയേ. പപ്പ ഇങ്ങോട്ട് നോക്കിയേ. ചിൻ പൊട്ടിക്ക. പപ്പ മൈക്കിളെ നീ അവിടെ നിന്നേട്ടാ. അപ്പാപ്പി പോവാട്ടാ കേട്ടാ. ഇറങ്ങടാ. ഇങ്ങോട്ട് നോക്ക്. അമ്മയുടെ പോലെ ഫോട്ടോ എടുത്തു. മരം കയറി കേട്ടോ ഇത്. അടിപൊളി ഫോട്ടോ കിട്ടി. പപ്പയൊക്കെ പിന്നെ നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാം. നീ നിന്നാ അഭിരാമി. പോവാനെ പോട്ടെ. ഇറങ്ങൂല കേട്ടോ അവൻ. അടി നോക്കി എല്ലാവർക്കും ഇട്ട് അടിയാ. നോക്കി എല്ലാരും പോവാ. അങ്ങ് പോവാട്ടാ. ഇറങ്ങി വാടാ. നിന്റെ അപ്പാപ്പിയെ പറയുന്നത് ഇറങ്ങി വാടാ. വാ ഇറങ്ങി വാ. അപ്പാപ്പ ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ. ടാറ്റ 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 തന്നേട്ടോ. വിട്ടേ വിട്ടേ. പിടിച്ചപ്പ എടാ ഇറങ്ങി വേടാ. വാ വാ. എടാ അപ്പനെ തല്ല ഇറങ്ങി വേടാ. എടാ അപ്പനെ തല്ല ഇറങ്ങി വരാൻ. എടാ അപ്പനെ തല്ലി ഇങ്ങ് വേടാ. പിടിച്ചേ വാടാ. എടാ ഇറങ്ങി വേടാ. എടാ ഇറങ്ങി വാടാ. എടാ ഇറങ്ങി വാടാ. നീ കഴിച്ചേ ഇറങ്ങി വാടാ.
ചക്ക പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാനാ. ഞാൻ അവിടെ പൂവെ പിടിച്ച് ഫോട്ടോ എടുത്തില്ലേ? ഇറങ്ങിയോ ലിവിനെ ഫ്രണ്ട് നോക്കിയേ. വിധത്തിൽ മൈക്കിളിനെ അനുജപ്പെടുത്തി കൊണ്ടുപോവാണ്. അടിക്കോട്ടെ ഞങ്ങളെ. പോവാടാ പോവാ ബാബേ പോവാ. ദേഹത്തൊക്കെ തലയിലൊക്കെ ആയി. ഫൈനലി ഞങ്ങൾ വണ്ടി എടുക്കും കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു 100 കിലോമീറ്റർ ഇനി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മൈക്കിള് വണ്ടിയെ കയറുന്നില്ല. അടിപൊളി. എന്നാ മമ്മി ഒരു കാര്യം ചെയ്ത് കൊടുത്താൽ ആരിലും പുറം തിരിഞ്ഞു കൊടുത്താൽ മരം എഴുതിക്കോളൂ അടിക്കാനാ. ഈ വണ്ടിയുടെ ടയർ ഇപ്പം പൊട്ടുട്ടോ. എപ്പം പൊട്ടിയോ നോക്കിയാൽ മതി കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ നാല് ബൈക്കുകാർ തീർത്തിങ്ങനെ എയർ അടിച്ച് കഴിഞ്ഞാൽ അവര് കയറ്റുവാണോടാ. കയറ്റുക. ഇങ്ങനെ വീണ്ടും ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്ന് വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലിബിൻ എന്ത് ചെയ്യപ്പാ? കൈസ് നോക്കൂ, മൈക്കിളിനെ കൊണ്ട് ലിബി പോയി. ലിബിനെ നല്ല ഹോട്ടലാണോടാ? നല്ല ഹോട്ടലാണ്. പൊട്ടിക്കാത്ത സ്റ്റൂള്, പൊട്ടിക്കാത്ത പാത്രം. നേരത്തെ മുന്നേ കച്ചവടക്കാരൻ നല്ല കച്ചവടം കൂട്ടിയിട്ട് പുതിയ ആൾക്കാർ തുടങ്ങിയാകുന്ന ഹോട്ടലാണ്. ആണോ? മീൻ കറി കടമ്പ് കിടക്കും. ഇറങ്ങി വന്നേക്കുവാ. എടാ കുട്ടിത്തേ വാങ്ങേ. എടാ മൈക്കിളെ ചൂടുണ്ട് കേട്ടോ. ചൂടായി. മൈക്കിളെ അങ്ങോട്ട് സർക്കസ് ആട്ടോ ചില സമയങ്ങളിൽ. അറിഞ്ഞു നോക്കിയാ വിരാമി? അറിഞ്ഞു നോക്കിയോ ഡോറ്? അറിഞ്ഞു നോക്കിയേ. ഓക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഹോട്ടൽ. നല്ല കിടിലൻ ഫുഡാട്ടോ. ഞാൻ പോയി കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നീ നിന്റെ കഴിച്ച് നോക്കൂ. മമ്മി അതിന് പോയി. ലിബി ഇവിടെ ഇരിക്കുന്നേ. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാലോ. ഓക്കെ. എൻ്റെ മകനെ മൈക്കിളെ എടാ എന്തോ പരിപാടിക്ക് ഇറങ്ങിയതാന്നുള്ള ചെറുക്കൻ മനസ്സിലായി. ആരെ നോക്കുവാ? അടിച്ച് പൊളിക്കുക കേട്ടോ. അല്ല അടിച്ച് പൊളിക്കും. ഫസ്റ്റ് ഒരു ഷാപ്പാട് കൊടുക്കുക. ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ ടേസ്റ്റ് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങള് ലിബി ആദ്യം തന്നെ ഒരു സാപ്പാട് മേടിച്ചിട്ട് ബാക്കി നോക്കട്ടെ കേട്ടോ. മൈക്കിൾ ഇന്ന് ജഗ്ഗിനുള്ള കാശ് അവിടെ കൊടുപ്പിക്കും. പിന്നെ ഗ്ലാസ് വലിച്ചെറിയും. അതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ. ചിക്കൻ ഐറ്റംസാ? ചിക്കൻ അഭിരാമി ചിക്കൻ കൂട്ടുകറി. അതെ. ചിക്കൻ കൊക്ക് കറി. പപ്പ തിന്നൂല, ലിബി തിന്നൂല, അഭിരാമി തിന്നൂല വളർത്തുകോഴീനെ. ഞാനും എൻ്റെ അമ്മ മാത്രമേ തിന്നാനുള്ളൂ. ഇനി മൈക്കിൾ വളർന്നു വരുമ്പോൾ അവനെയും കൊണ്ട് തീറ്റി പഠിപ്പിക്കും കേട്ടോ. ടെസ്റ്റർ അപ്പനായിട്ടോ. അപ്പനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നല്ല ബിരിയാണിയുടെ മണം. ഇഷ്ടപ്പെട്ടോ? അപ്പന് ബിരിയാണിയുടെ മണം അടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പന് ഛർദ്ദിക്കും. അതാണ് പ്രശ്നം. ഈ കാണുന്ന ഹോസ്പിറ്റൽസ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാട്ടോ. ഒരു രക്ഷയില്ലല്ലേ? നമ്മളെ തണുപ്പിൽ കിടന്ന കാരണമുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മോൻ എന്നാ ഒരു ഇരിപ്പുറപ്പില്ല നടക്കുന്നത്? മൈക്കിളെ ഈ ചുണ്ടുകൊണ്ടുള്ള സർക്കസ് നോക്കിയേ. ഇല കഴുകണം. ഇല കഴുകിയിട്ട് താഴെ ഒഴിക്കണം കേട്ടോ. ഇല നമ്മൾ എടുത്ത് കളയാൻ ചെയ്യണം. നമ്മൾ തന്നെ എടുത്ത് കളയണം. എന്നിട്ടാണ് സൈഡുകൾ കിട്ടുന്നത്. സൈഡ് കുഴപ്പമില്ല കേട്ടോ കണ്ടിട്ട്. ക്യാരറ്റാ വെപ്പേ. ക്യാരറ്റും എന്നാ പരിപ്പാന്ന് തോന്നുന്നു. അത് പരിപ്പും ഉള്ളിയും കൂടെ എന്തോ ഒരു കറിയാണ്. ക്യാരറ്റ് വലിയ കുഴപ്പമില്ലെന്ന് കണ്ടിട്ട്. അപ്പം നല്ലതാണെന്ന് പറയണേ. അല്ല പപ്പ ഇവിടെ ചോറ് കഴിച്ചു. അപ്പം ഓക്കെ ആയി. എല്ലാവരും ചോറിനുള്ളത് തയ്യാറെടുപ്പായി. ചോറ് നല്ലതാണ്. അതിനാ ഇപ്പം തന്നെ ഇല കീറി കള കേട്ടോ മൈക്കിളെ. എനിക്ക് എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മൈക്കിളെ എല്ലാവർക്കും ചോറ് കിട്ടി, പക്ഷെ കറിയില്ല. അതാണ് അതിൻ്റെ ഒരു വലിയൊരു സെറ്റപ്പ്. എല്ലാവർക്കും ചോറ് കിട്ടി, 2 കറിയും കിട്ടി. ബാക്കി കുറേ സാധനമുണ്ട്, പക്ഷെ അവർക്ക് എടുത്തു തരാനുള്ള ആളില്ല. പക്ഷെ സാധനം ഇല്ലല്ലോ. നല്ല കീട്ടില്ല മോര്, നല്ല മോര്, ചിക്കൻ കറി. അത് ഉപ്പ് കൂട്ടി അടിക്കുക പോവേ. അത് എന്തൊക്കെയാ ചാറുകളാണല്ലോ. പിന്നെ മീൻ ചാറ്. അത് ചിക്കൻ ചാറാണ്. ഏതോ ഒന്ന് ചിക്കൻ ചാറാ. മണത്ത് നോക്ക്. പപ്പയ്ക്ക് മീൻ കിട്ടി കേട്ടോ. കുഴപ്പമുണ്ടോ ഇപ്പം? വലിയ കുഴപ്പമില്ലെന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. മോര് അടിപൊളിയായിരുന്നു. ലിബിയൊക്കെ വടിച്ചു വാരി. അല്ലേ? സാമ്പാറും കുഴപ്പമില്ലായിരുന്നു. ഇവനെ പിടിക്കല കേട്ടോ എൻ്റെ ജോലി. നല്ല കറി കേട്ടോ. ഞാൻ പെട്ടുപോയി. ഏതാടാ അത്? ഈ കറി നല്ലതാന്ന് നോപ്പേ. ഇത് നല്ല കറിയാന്ന് നോപ്പേ. അങ്ങനെ ഇവർ കഴിക്കുന്നതെല്ലാം ഞങ്ങൾ കണ്ട് വളരെ സന്തോഷം. ഞാൻ മാത്രം കുനാൽസ്കിയ എൻ്റെ കുനിൽസ്കിയ 10 മിനിറ്റ് കൊണ്ട് എടുക്കും ബിരിയാണി ആകാൻ വേണ്ടി. മണ്ടത്തരമായൊരു തീരുമാനമായിപ്പോയി. സാരമില്ല. ഞാൻ മോര് കുടിക്കുവാണല്ലോ ഇവനെ.
ഇതല്ലോ ഗൈസ് എല്ലാവർക്കും ഫുഡ് കിട്ടിയതിന് ശേഷം ലാസ്റ്റ് അങ്ങനെ എനിക്ക് ഒറിജിനൽ തമിഴ്നാട് ദം ബിരിയാണി കിട്ടി. ഇത് ഉറിച്ചിരി ബിരിയാണി കേട്ടോ, അടിപൊളി സാധനം. ഇത് ദമ്മാമ, ഇത് ഇതിൻ്റെ അകത്ത് മുട്ടയുണ്ട്, ചിക്കൻ ഉണ്ട്. ഒരു കഷ്ണം കിട്ടത്തുള്ളൂ ഇവിടെ. അങ്ങനെയാ മമ്മി, ഇപ്പൊ അടിപൊളി സാധനം ബിരിയാണി. ഇപ്പൊ അടിച്ചിറക്കി ബിരിയാണിയാ. സത്യം പറ, എങ്ങനെയുണ്ട്? അടിപൊളി സാധനം, അടിപൊളി ആണോ? ഫൈനലി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു. പോവാലിബി കിട്ടില്ല ഫുഡല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. ഇത്ര കഴിച്ചത് എത്ര ആകെ 530 ആയതുള്ളൂ. ആകെ 530 രൂപ ഇത്ര ഭക്ഷണം കഴിച്ചിട്ടായല്ലോ കേട്ടോ. രാവിലെ പൊറോട്ട പീസ് അടിക്കുന്ന എനിക്ക് പൊറോട്ട ഒരു വ്യത്യാസം ഉണ്ട്. പിന്നെ ഒറ്റ വീശി ഒറ്റയടി നമ്മളിവിടെ തന്നെ ഒരു ഇതിനകത്ത് 3 എടുക്കും. പൊറോട്ടക്കാരനാ ലിബി. പോവാൻ ലിബിനെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സമയം പോയി കേട്ടോ ഇവിടെ, കാരണം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ഇനിയിപ്പോൾ 19 കിലോമീറ്റർ ഇനി ഓടിക്കാനുണ്ട്. എത്ര? 80 കിലോമീറ്റർ ഇനി ഓടിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങള് വണ്ടിയെ കയറി. പപ്പ ഫ്രണ്ട് സീറ്റിൽ കയറി ചാരി കിടന്നു, ലിബി ബേക്കിൽ കയറി, അമ്മ ബേക്കിലുണ്ട്, മൈക്കിൾ ബേക്കിലുണ്ട്, അഭിരാമി ബേക്കിലുണ്ട്. ഇനിയിപ്പം നമുക്ക് നിസ്സാര ദൂരം കൂടി ഉള്ളൂ വേളാങ്കണ്ണിക്ക്. നമ്മൾ നേരെ വേളാങ്കണ്ണി ലക്ഷ്യമാക്കി പോവാ കേട്ടോ. അതിനാ മമ്മി ഇവിടെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളക്കളി ആയിരിക്കും അല്ലേ? മമ്മി ഉറങ്ങുമായിരുന്നോ ഇപ്പഴേ എണീറ്റേ? എടാ PSLVയുടെ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചേക്കുന്നടാ. കോളേജാന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് ഏതൊരു കോളേജ് കേട്ടോ കാണുന്നത്, കോളേജോ സ്കൂളോ എങ്ങാനോ. ഫൈനലി നമ്മൾ അങ്ങനെ റൂം എടുത്തു. അതായത് വീഡിയോ എഡിറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി താമസിച്ചു, നേരത്തെ എത്തിയതാണ്. പക്ഷെ റൂം കുറേ പോയി കണ്ടിട്ട് ഒന്നും സെറ്റായില്ല. അവസാനം ഒരു റൂം എടുത്തു. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ റൂം. 2500 രൂപ കിട്ടി. ഞങ്ങളെ ഇറക്കി വിട്ടു, ഞങ്ങളോട് എഴുതി കൊടുക്കാൻ. എഴുതി കൊടുക്കാൻ പറ്റൂല, അവസാനം അവര് പറഞ്ഞു റൂമില്ലെന്ന്. അപ്പൊ ഞങ്ങൾ ടാറ്റ പറഞ്ഞു ഇങ്ങ് പോകുന്നുണ്ടോ. നോക്കും മൈക്കിൾ നല്ല പുതിയ കിടിലൻ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് നിൽക്കുവാണ്. ഞങ്ങൾ നേരെ വേളാങ്കണ്ണിയുടെ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോകണം. ഇവിടുന്ന് നിസ്സാര ദൂരമേ ഉള്ളൂ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കിടിലൻ ഫുഡുകൾ കാണാൻ പറ്റും അല്ലടാ. നമ്മളിവിടെ ഫുഡ് സ്ട്രീറ്റിൽ അതിച്ചമ്മ മീനുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ. ഞങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് കടല്. ഇവിടെ കടലും അതെ, നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് പള്ളി, മെയിൻ പള്ളി. നോക്കൂ, നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് വേളാങ്കണ്ണി പള്ളി, കടല്, ഫുഡ് സ്ട്രീറ്റ് എല്ലാം. എന്നാടാ നിശബ്ദത. ഒരു മിനിറ്റ്, ഇത് തുറന്നിട്ട് ഊര് കേട്ടോ. പോവാം 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 പോവാം. അപ്പനും അമ്മ ഒരേ ഡ്രസ്സാ കേട്ടോ. ഹായ് മൈക്കിളോ. എന്തെങ്കിലും വൈഫൈ ഉണ്ട്, AC ഉണ്ട്, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. 2500 രൂപ 2 ദിവസത്തേക്ക് റൂം എടുത്തു. ഫുൾ ചാർജ് ആവും സിനിമയൊക്കെ കാണാന്ന് വെച്ചിട്ട്. കരണ്ട് പോയി, നിശബ്ദത. ഏത് എന്നാടാ. ഞങ്ങളങ്ങനെ ഫൈനലി പുറത്തിറങ്ങി. ഇതാട്ടോ ഞങ്ങളെടുത്ത ഹോട്ടല്. ഇതാണ് ഞങ്ങളെടുത്ത ഹോട്ടല്. ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോയി ബീച്ച്. അതല്ല, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിയുടെ ഭാഗം, ഇങ്ങോട്ട് പോയി ബീച്ച്. ഇതാണ് ഇഡ്ഡലി കട. പൈസ ഇവിടെ ഒരു ഇഡ്ഡലി കടയുണ്ട്. ഞങ്ങൾ ആദ്യം 2 ഇഡ്ഡലി കഴിക്കട്ടെ, അതിനുശേഷം സ്ട്രീറ്റിലേക്ക് നടക്കാം. ഇതുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചാട്ടോ. ഇവിടെ ഒരു ഇഡ്ഡലി കടയുണ്ട്. അപ്പം ഐശ്വര്യപൂർവ്വം ഇവിടുന്ന് 2 ഇഡ്ഡലി കീച്ചിക്കളയാം അല്ലേടാ. 2-3 വെച്ച് 5 വെച്ച് തരുള്ളൂ. 5 രൂപ 5 ഇഡ്ഡലിക്ക് 30 രൂപ കേട്ടോ. ഇവിടെ നല്ല കിടിലൻ ഇഡ്ഡലി കിട്ടും. അപ്പം ഞങ്ങളെല്ലാവരും ഇഡ്ഡലി പറഞ്ഞു. പപ്പയ്ക്ക് മാത്രം ചോറും കറിയും. അപ്പോൾ അത് നേരെ അങ്ങോട്ട് വേണം, അവിടെ കേരള ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിക്കണം. നിനക്കെന്നാ? ഇഡ്ഡലിയാ? ലിബിന് ഇഡ്ഡലി, അമ്മയ്ക്കോ ചോറ് മതി. ചോറും കറിയും മതിയെങ്കിൽ അവിടെ പോകുമ്പോൾ മേടിച്ചു തരാം. ഗൈസ് നോക്ക്, ഓരോരുത്തർ ഓരോന്നേക്ക് നിങ്ങൾ കഴിക്കാൻ വേണ്ടി തുടങ്ങും. നല്ല പൂ പോലത്തെ ഇഡ്ഡലി കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ചട്നിയും മറ്റു സാധനങ്ങളൊന്നും അന്നത്തെ എനിക്ക് അതിൻ്റെ അത്ര സെറ്റപ്പ് ഒന്നുമില്ല. കുഴപ്പമില്ല, 30 രൂപയല്ലേ ഉള്ളൂ. 5 ഇഡ്ഡലിക്കോ എത്ര? 4 ഇഡ്ഡലിക്കോ? അടിപൊളി സാധനം കേട്ടോ. ഗൈസ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. വലിയ ദൂരമില്ല, ഫ്രണ്ടിലേക്ക് നടക്കാൻ വേണ്ടി. കൂൾ ഡ്രിങ്ക്സ് എല്ലാമേ ഇവിടെ കിടക്കും. 2 ബെഡ് റൂമാടാ, ഫ്രീ വൈഫൈ, 500 രൂപ. അത് നോൺ AC യാ. AC ആകുമ്പോൾ കൂടും കേട്ടോ. ഇവിടെ ഈ സീസണിൽ വരാൻ നേരത്ത് മാത്രമേ വിഷയമുള്ളൂ. സീസണിൽ വരാത്ത റൂം കിട്ടിയില്ല, പിന്നെ മുടിഞ്ഞ പൈസ ആയിരിക്കും. ഇവര് പറയുന്നതാണ് പൈസ, അതെ, നമ്മൾ കേട്ടോണ്ടിരിക്കണം. ഇപ്പം നമ്മൾ പറയുന്നതാണ് പൈസ, അവർ കേട്ടോണ്ടിരിക്കണം. മനസ്സിലായോ? സീസൺ അല്ലെങ്കിലും നല്ല രീതിയിലുള്ള ആളുകളുണ്ട് കേട്ടോ.
നല്ല ചീനി രീതിയിൽ ഞായർ ഇങ്ങോട്ട് പുഴി എടുക്കാൻ പറ്റില്ല. ഇത് പള്ളിയുടെ ഭാഗം കാണുന്നുണ്ടോ? മെയിൻ പള്ളിയുടെ ഭാഗമാണ് കാണുന്നത് അല്ലേ അപ്പ? ഹോട്ടൽസിലൊക്കെ ഒരു 4-5 വെച്ച് കൂട്ടിക്കോ നിങ്ങൾ ആൾക്കാരുണ്ട്. അത്ര ഉണ്ടാവും. സാധനം ഇതെന്നെ സാധനം ഇതെന്നാണ് പാൽക്കോവ, മിൽക്ക് മെയ്ഡ് പോലെ സാധനം അപ്പ. വേണമെങ്കിൽ എടുത്ത് പൊട്ടിച്ചാൽ മതി. ഇതില്ലേ പാലില് ഈ നമ്മുടെ പാൽപ്പൊടി ആക്കുന്നില്ലേ, അതില് കുറച്ചുകൂടി നെയ്യൊക്കെ ചേർത്തിട്ടുള്ള സംഭവം. ഇത് കൂട്ടൊരു സാധനം മൈക്കിളിന് മേടിക്കണം. ഇതിന് എത്രയാ? എത്ര? 2000? 100 രൂപ. 100. ഞാൻ കണ്ടു 2000 എന്നാ. ഇതാണോ മൈക്കിളിന് വേണ്ടേ? മണി വേണോ? തള്ളി നോക്കിയാ ഇതാണോ? ഇതാണോ? അത് മാറ്റി കുത്തിത്താ, ഇത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാം ആയില്ലേ? ഇപ്പൊ നീ പറഞ്ഞ പരാതി എല്ലാം മാറിയില്ലേ? കൊടുപ്പ 100 രൂപ. പപ്പയ്ക്ക് എവിടെ വന്നാലും പണം നഷ്ട. കൊടുപ്പ 100. ഈ സാധനത്തിനാണ് അവൻ അന്ന് അത്ര പറഞ്ഞത്. ഇതിന് എത്ര? എടോ ഇങ്ങോട്ടൊന്നും ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് വേറെ രീതിയിലുള്ള കളറേ. അവരമ്മ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് ഇടി വന്നേ. ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ ഓടിച്ചു. അരി ഞാൻ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് വണ്ടി ഓടിച്ചു വന്നേ. മൈക്കിളിനെ കണ്ണു നോക്കിയടാ. അവരമ്മ വണ്ടി 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 മൈക്കിളിനെ കണ്ണും കൊണ്ടാന്ന് നോക്കിയേ. മൈക്കിൾ ഈ സാധനത്തിലേക്കാ 100 രൂപ കൊടുത്ത് മേടിച്ചോ. ഫുള്ള് പൊടിയാട്ടോ. കുത്തിരി കിട്ടിയില്ല എന്ന് പറഞ്ഞ അടിയായിരുന്നു. ലാസ്റ്റ് ഒരു ഹോട്ടലിൽ നിന്ന് കുത്തിരി കിട്ടി. ഇപ്പോഴാണ് പുള്ളിയുടെ മുഖം മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു. അതെ അപേക്ഷിക്കും. മൈക്കിൾ ഈ സാധനം കിട്ടിയ പിന്നെ മൈക്കിൾ എല്ലാവരും വിളിച്ചു വരുത്തി ഇടിക്കും കേട്ടോ. എനിക്കുണ്ടോ ഞാൻ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചോ? സ്ട്രീറ്റിന്റെ മക്കളാണ് ഞങ്ങൾ അവിടുന്ന് കഴിക്കുള്ളൂ. റൈസ് കേരള റൈസ്, കറിയൊക്കെ ഇവിടുത്തെ കറികൾ തന്നെ. ഫിഷ് ഫ്രൈ ഇരിക്കാ എന്നാ ഫിഷ്? റൈസ് കറിയൊക്കെ ഇവിടുത്തെ കറികൾ തന്നെയാണ് കേട്ടോ. കറി 2 പരാജയം, അച്ചാറുണ്ട്. ഇതൊക്കെ എന്നെ നോക്കിയിട്ട് കഴിക്കുമൊക്കെ കൊള്ളാവോ? റൈസ് അപ്പം പെട്ട് കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞ അപ്പനോട്. ഇപ്പം എങ്ങനെയുണ്ടപ്പാ? തൊപ്പി കാണുന്ന മോഹം കാണുന്നില്ല. തൊപ്പി ഇങ്ങോട്ട് വെക്ക്. ഇപ്പം ചോറ് കഴിച്ചു തുടങ്ങി. അയില മേടിച്ചപ്പോൾ അപ്പന് ഉള്ളു വെന്തില്ലാന്ന്. ഏമ്പൊക്കൊക്കെ പോലും ആദ്യമായിട്ട് 8 ദിവസത്തിനുള്ളിൽ കുട്ടി നിൽക്കട്ടെ. കുട്ടിക്കുഞ്ഞുവനെ ഏമ്പക്കം പോയിട്ടോ. ആൾക്കാർക്ക് ചോറ് തിന്നാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ആദ്യം യാത്ര ചെയ്യുന്നത് കണ്ണി കൂടെ കരഞ്ഞിട്ടില്ല നമ്മൾ ഓരോ സാധനം കഴിച്ചത്. അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് ഇതിനെ. അപ്പനെ ഇപ്പം തൃപ്തിപ്പെടുത്തുന്നതിൽ ആവശ്യമുണ്ട്. അമേരിക്കനെ മറ്റു രാജ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന പോലെ എല്ലാം മുന്നോട്ട് പോകണ്ടേ ഒരേ സമയത്ത്. ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഇല്ല വാഴ പിടിച്ച പരിപാടി കേട്ടോ. ഈ പൊളിറ്റിക്കൽ ടീമിനൊക്കെ സമ്മതിക്കണം. എല്ലാ മുന്നണികളെ എങ്ങനെയാണോ ഇവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കക്ഷി അങ്ങോട്ട് കയറുമ്പോ ഒരു കക്ഷിനെ ഇത് വേറൊരു കക്ഷി, ഇവിടെ ഒരു കക്ഷി, ബേക്കിൽ വേറൊരു സ്ത്രീ കക്ഷി, വാ കക്ഷി. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോകട്ടോ. ഞങ്ങൾ രാത്രി പള്ളിയുടെ അടുത്തൊക്കെ എത്തി. പക്ഷെ ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒക്കെ മുട്ട വലിയുന്ന ആൾക്കാരും പിന്നെ അതേപോലെയുള്ള നേർച്ചയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇത് പാവിരിച്ച് കിടക്കുന്ന ആൾക്കാർ. അങ്ങ് അവിടെ കാണുന്ന ഒരു പള്ളി, ഇത് എവിടെ ഒരു പള്ളി, പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ വേറൊരു പള്ളി. അങ്ങ് അത് നേരത്തെ വരാൻ നേരത്തെ ഇത് ഉണക്കയട്ടല്ലേ ഇപ്പം നമുക്ക് രാമേശ്വരത്ത് നിന്ന് ഉണക്കമീൻ ഇറക്കം അല്ലേ? ഉണക്കമീൻ വേണ്ട. ഇത് നോക്കിയാൽ ഇഷ്ടംപോലെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട്. സീസൺ അല്ല ഈ തിരക്കാണ്. സീസണിലൊക്കെ ഉള്ള അവസ്ഥയൊന്നും ആലോചിക്കുക. കഴിഞ്ഞ വർഷം നമ്മുടെ സീസണാണോ? നല്ല ഈ സെയിം സമയത്താണ് ഇവിടെ മുകളിൽ തുടങ്ങി കേട്ടോ. മീന്, ചിക്കന് അതുപോലുള്ള സാധനങ്ങളൊക്കെ വറുത്ത് വെച്ചത് ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് തുടങ്ങി കേട്ടോ. അങ്ങോട്ട് എല്ലാ കടകളിലും ഇതേപോലെ ചിക്കൻ ഫ്രൈ, ഫിഷ് അയില കേട്ടോ മെയിന്. ഇതുപോലുള്ള സാധനങ്ങൾ കാണാം. ഇതിലെങ്ങാനുമാണ് ഞങ്ങൾ വാഹനം ഓടിച്ചു വന്നത്. ഇതിലെന്നെ പോയി ഹോട്ടലെടുത്ത്. തിരക്കൊന്നും ഇല്ല കേട്ടോ ഇങ്ങോട്ടൊന്നും. പൂരി പിന്നെ അതേപോലെ തന്നെ മീൻ ഐറ്റംസാണ് കൂടുതൽ. ഇതൊക്കെ എന്നാ മീനപ്പേ? ഇത് മത്തിയൊന്നുമല്ല. ഇത് വേറെ അയല, കോല. ഇതെന്നാ ഇത്? ഇതെന്നാ മീനാ? ഇത് അയലയാന്ന് തോന്നുന്നു കേട്ടോ. പൂരി ഇതെന്നാ? ഞാൻ വീഡിയോ എടുക്കാം നമുക്കാണ്. ഇതെന്നാ ഇത്? ഞണ്ട് ഫ്രൈ. ഇതെത്ര പ്ലേറ്റ്? എത്ര? 100 രൂപ പ്ലേറ്റിന്. നമുക്ക് ഞണ്ട് മേടിച്ചാലോ ഇപ്പം? ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇവിടെ ഞണ്ട്, കൂന്തൽ. ഇത് കൂന്തലല്ലായിരുന്നു കേട്ടോ. ഞാൻ വെച്ചാൽ കൊഴുവയാന്നാ. ഇത് ചെറിയ ഞണ്ട് വറുത്ത് വെച്ചാക്കുന്ന. കൊള്ളാലോ. കടകൾ ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇതാട്ടോ ഞണ്ട്. ഇതാണ് ഞണ്ട്. ഈ കാണുന്ന ഞണ്ട് കഴിക്കാനാണ് ഞങ്ങൾ അതിനകത്തിട്ട് ഒന്നുകൂടെ വറുത്തില്ല. എത്ര
അല്ലേ? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇങ്ങോട്ട് തരും അല്ലേ? എങ്ങനെയുണ്ട്? പിടിച്ചും കടിക്കാനും കറും പിറുന്നും പറഞ്ഞിട്ട് അതാ വറക്കുന്നു. ഇത് വെച്ചാ രണ്ട് കഴിച്ചോ. ഇവിടെ വേറെ ഒന്നും ഇല്ലടാ, രണ്ട് അതിലേ മാത്രമേ ഉള്ളൂ. രണ്ട് വന്നാൽ മൈക്കിളെ കൈ കൊള്ളും. ഇത് ഫുള്ളാണ്, ഫുള്ളായിട്ട് കഴിക്കാം. എന്താ നല്ല ടേസ്റ്റ് ഉണ്ടാ? അപ്പൻ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അമ്മ. അമ്മ സത്യസന്ധമായിട്ട് പറയാം അമ്മ, എങ്ങനെയുണ്ട്? നല്ലതാ? ഇതിന്റെ മുന്നോട്ട് നോക്കിട്ട് പറയാം. നമ്മള് കറി വെക്കല്ലേ ആ, വറുത്തല്ല. രണ്ട് വറുക്കും അമ്മേ, രണ്ട് സീസൺ, രണ്ട് വറുക്കും ചെയ്യും, മണ്ട് റോസ്റ്റ് ചെയ്യും, രണ്ട് കറി. ഇതൊന്നും പറ്റൂല, ഇത് കടൽ ഞണ്ട് ചെറുതാ കേട്ടോ അല്ലേ? കടൽ ഞണ്ട് ചെറുത് അല്ലേ? പിടിക്കാന്നുള്ള ദൈവത്തിനറിയാം. അതിനാ നമുക്ക് ഭക്ഷണം വരില്ലേ? നമ്മൾ എനിക്ക് വേണം. എല്ലാവർക്കും പറ്റും, കഴിച്ചു കാണിക്കണം. ഞണ്ട് വറുത്തിട്ടില്ല, അല്ലാതെ കറി വെക്കല്ലേ. അമ്മ എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല 100 രൂപയുടെ സാധനം 10 മിനിറ്റ് ഒടിച്ച് കൈ തോന്നി. നീ നിച്ചാടനാണെന്ന് ഓരോ സമയം കൂടെ തെളിയിച്ചോണ്ടിരിക്കുവാടാ. നമുക്ക് എല്ലാവർക്കും വണ്ടി കിട്ടി കഴിഞ്ഞ് കൂലി നോക്കണം. അടുത്ത് സൗണ്ട് ഒക്കെ വെച്ചരാ. പിക്ചർ വയ്ക്കുന്നല്ലോ. അപ്പഴ പള്ളിപ്പോ പോകും. അപ്പൊ ഇന്ന് വല്ല ഓഫീസ് കയറി ഒരു വിധത്തിൽ അപ്പൻ കഷ്ടപ്പെട്ട് അവിടെ ഞണ്ട് തീർക്കുന്നു. അതേ സമയത്ത് ഞങ്ങൾക്ക് 65 കിട്ടിയല്ലോ. ഇവിടെ എന്തെടുത്താലും 100 രൂപ, എന്തടിച്ചാലും 100 രൂപ, എന്തെടുത്താലും 100 രൂപ. സെവനപ്പ് സ്പെഷ്യൽ 45. മൈക്കിളിന് ഈ ലൈറ്റ് വേണം. പോലീസിനെ പിടിപ്പിക്കാനുള്ള പരിപാടിയാ. ഫുഡ് കഴിച്ചു കേട്ടോ, നല്ല ഫുഡായിരുന്നു, നല്ല കളറിഷ് സാധനങ്ങൾ, നല്ല കളറിഷ്. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകാം. എൻ്റെ ഭാര്യ അവിടെ ഇരിപ്പുണ്ടോ ഐസ് നോക്കും. ഞങ്ങൾ ഓരോ കോണുകൾ വെച്ച് മേടിച്ചു. എന്നാൽ എൻ്റെ ഇത് പൊളിച്ചെന്നടാ ചോക്കേ ബാർ. മൈക്കിളിന് ഏതാ മേടിച്ചു കൊടുത്തേ? ബട്ടർ സ്കോച്ച്. മമ്മിക്കും ബട്ടർ സ്കോച്ച്. അങ്ങനെ മമ്മി അമ്മക്ക് എങ്ങനെ നോക്കട്ടെ. ഇപ്പോൾ ഓർക്കുക, ഒരു പെരുന്നാൾ വന്ന 2 ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി 2 ദിവസം മുന്നേ നമ്മൾ പണിക്ക് പോകും. അണ്ടിപ്പണി കശുവണ്ടി വറക്കാൻ പോകും കേട്ടോ. കൊള്ളാം. മൈക്കിൾ ചോക്കേ ബാർ അല്ല എന്നാ നീ പറയുന്ന കോണ്. മൈക്കിൾ കോണ് കഴിക്കുന്നു, ഞങ്ങൾ ചോക്കേ ബാർ കഴിക്കുന്നു. മമ്മിയും നീ ഏതാ കഴിക്കുന്നത്? നീ ചോക്ലേറ്റ് അല്ലേ? ഞാൻ നിങ്ങൾ തിന്നുന്ന നോക്കിയിരിക്കുന്നു. അപ്പം കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഷുഗർ, കൊളസ്ട്രോൾ, അണ്ടർ കൺട്രോൾ ആൻഡ് അമേരിക്ക ഡുണ്ടും കാൽഫുലി. മമ്മിക്ക് എല്ലാ സാധനവും ഉണ്ട്. അതേ അടിക്കുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവാം. മൈക്കിൾ നോക്കുന്നു നോക്കിയേ. മൈക്കിളിൻ്റെ സാധനം ലിബിൻ കൊണ്ട് നടക്കുക. പിന്നെ എന്നാ ചെയ്യാനാ? മൈക്കിൾ ഉപയോഗിക്കേണ്ട ഉന്തുവണ്ടി ലിബിൻ്റെ കയ്യിൽ. എങ്ങനെയുണ്ട്? മൈക്കിളിന് കലി കയറിയിട്ട് നിൽക്കത്തില്ല കേട്ടോ അടി. അതാ പ്രശ്നം. ബാറ്റിനും ബോളിനും അടി. അപ്പനാണ് തുടക്കം ഇട്ടത്. വാ മൈക്കിൾ നിർത്തുന്നില്ല. വാ അടിപൊളി. ഇത് സാധനത്തെ കയറി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാടാ വേണ്ടേ? ഏതാടാ? ഇതെല്ലാം കൂടെ പിടിക്കുന്നു. പിടിച്ചെടുത്തു. അതിനകത്തെ ബോളിന് വേണ്ടി ആടി. അതിൻ്റെ അകത്തെ ബോളിന് വേണ്ടി ആടി. ഇതാണ് വേണ്ടേ? എന്നാ മേടിച്ചു കൊടുക്കടി. ഇതാണ് വേണ്ട, ചണ്ടയാണോ മേടിക്കണ്ടേ അവരമ്മേ? എന്നാ മേടിക്കും, രണ്ടും മേടിക്കും. പൊട്ടിച്ച് കയ്യിലെടുത്തു. മൈക്കിള് സ്വന്തം പൊട്ടിച്ച് കയ്യിലെടുത്തു. അടിപൊളി. ലിവിനെ ഇതേ 100 രൂപയുടെ സാധനം അവൻ കരസ്ഥമാക്കിയിരിക്കും. അവൻ പൊട്ടിച്ചു. അവനെടുത്തത് എടുത്ത് മാറ്റി. അടിപൊളി. ഇതേ താടാ 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 താടാ. ഫൈനലി ഞങ്ങൾ റൂമിലെത്തി. ഒരാൾക്ക് ഉറക്കമില്ല. എടാ കളിക്കാൻ വിളിക്കുന്നു. അമ്പോ അമ്പോ 120 രൂപ തല്ലി പൊളിക്കുന്നു. 120 രൂപ തല്ലി പൊളിക്കുന്നു. ചെല്ലടാ. ചെല്ലടാ പാപ്പ, ചെല്ലടാ പാപ്പൻ, ചെല്ലടാ.
അവന്റെ ബെഡ് ലിവിന്റെ എക്സ്ട്രാ ബെഡ് ഇതേ പോയി ലിവിന്റെ എക്സ്ട്രാ ബെഡ് എടി ചെല്ലടി ഇതാ ഇതാ അടിപൊളി അടിപൊളി. മൈക്കിളിൽ ആരും ഉറക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. മൈക്കിളിൽ നിന്ന് ഇവിടെ സർക്കസ് ആയിരിക്കും. കൊടുക്കണ ബോളൊക്കെ നാടിക്ക് പറമ്പിക്കളയും ഉറപ്പിച്ചു. മൈക്കിളെ ബോളും കിട്ടി, ഒരു ബാറ്റ് കിട്ടി. ബോൾ കൊടുക്കടാ. അതെ അടിച്ചേടാ നിലത്തടിച്ചിട്ട് വാടാന്ന്. പോന്നു പന്തുകൊണ്ട് കളി എടുത്തു. എന്നെ ഉദ്ദേശിക്കുന്ന ആള് ഉദ്ദേശിക്കുന്നേ തിന്നാനുള്ള അല്ല മോനെ, അത് കളിക്കുന്ന കേട്ടോ. അതാ അതിന്റെ മേളി വെച്ചു. രണ്ടോ അതിന്റെ മേളി വെച്ചു. അയ്യടാ മൈക്കിള് അടി തുടങ്ങിയത്. ഇതേ ബാറ്റ് കൊണ്ടുള്ള സർക്കസ് ഇറങ്ങുമല്ലോ. ഇതേ അടിക്കുന്ന നോക്കിയേ, അടിക്കുന്ന നോക്കിയേ. അടിപൊളി. എലീനെ അടിച്ചു പിടിക്കുന്ന പിടിക്കുക. സർക്കസ് നോക്കിയേ, ഈ ചെറുക്കന്റെ സർക്കസ്. ഒരു ബാറ്റ് അപ്പന് കൊടുത്തു. ഓ എന്തൊക്കെ സാധനം മൈക്കിളിനെ കളിക്കാൻ വേണ്ടി വേളാങ്കണ്ണി എത്തിയപ്പോ കിട്ടിയേ. അമ്മേ എന്റെ മൈക്കിളിനെ കൊടുക്കമ്മേ. അമ്പോ മൈക്കിളൊരു സന്തോഷം നോക്കിയേ. എന്താ ഇതാ മൈക്കിൾ എന്താ ചെയ്യുന്നേ? മൈക്കിൾ എലീനെ പിടിക്കുക. അപ്പം പെട്ട് കേട്ടാ, അപ്പൻ 8 കളി പെട്ടു. രണ്ടുപേരും മറ്റേ തോട്ടുകര മറ്റേ തോർത്തലക്കാൻ പോയതിലേക്ക് അടിച്ചു പൊട്ടിക്കുക. അപ്പനെ ഇവൻ അടിച്ച് പന്ത് കളയുക. ഇവൻ അടിച്ച് പന്ത് കളഞ്ഞിട്ട് അപ്പനോട് എടുക്കാൻ. അയ്യോ അപ്പനെ അടിക്കരുത്, കാലെ പിടിക്കാം. അപ്പനെ അടിക്കരുത്, അത് അപ്പാപ്പിനെ അടിക്കരുത്. ബാറ്റ് ഉപേക്ഷിച്ചു. എന്റെ പൊന്നെ പപ്പ ഇപ്പൊ ബോൾ വർക്കലാട്ടോ പണി. അപ്പന് കൊച്ചുമക്കളെ കൊടുത്ത് കളിക്കണമെന്ന് പറഞ്ഞു. കൊച്ചുമോനാണേൽ അമ്പിനും ബില്ലും എടുക്കും. എനിക്ക് കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കണമെന്നില്ല. അപ്പം പറ്റില്ലേ നോക്കിയേ. ഇപ്പം പന്തടിച്ച് എവിടെയൊക്കെ കൊണ്ട് കളയും. എന്നിട്ട് പപ്പ ഇത് പിറക്കാൻ പോക്ക പണി. മോനെടുത്തോ, മോനെടുത്തോ, എടുത്തെടുത്തു. തല തല അമ്പോ അമ്പോ എറി എറി എറിയാടാ. ആളെ അടിച്ച് ദൂരെ കളയാ. അടിയടാ കൊടുക്കടാ. ഓ ഇനി അപ്പൊ അത്ര ഇതിലടിക്കല്ലേ കേട്ടോ. അപ്പൊ അച്ചാച്ചാ 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 അച്ചാച്ചന്റെ മോൻ എന്നാ ചെയ്യുക? അച്ചാച്ചന് കൊടുക്ക. ഇതാണ് വല്യപ്പനും വല്യമ്മയുടെ അവസ്ഥ. അതായത് അപ്പനുണ്ടല്ലോ അവിടെ പോയി കിടന്ന് ഉറങ്ങി. രണ്ടുപേരും ഡാൻസാ. കൊച്ചു രണ്ടുപേരും ഡാൻസ് കളിച്ചത് കാലൊക്കെ ചവിട്ടുന്ന മൈക്കിള്. ഇപ്പനിന്ന് മര്യാദക്ക് ഉറങ്ങണമെന്നാ പറഞ്ഞേ. ഇന്ന് ഉറക്കിയത് അതാ വിളിക്കുന്നു. വാ 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 വാ. അവിടെ നിക്ക കളിക്ക കളിക്ക. അതെ അവനും അതേപോലെ ചെയ്യുവോ. പപ്പ ചെയ്യുന്ന പോലെ തന്നെ അവനും ചെയ്യുവാ. ഹൈ സന്തോഷമായ കുട്ടിയെ. അപ്പനെ കിടക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അവിടെ നിക്കാൻ എന്നാ ആവശ്യം എന്നാ? മാറ്റുകൊണ്ടുള്ള പരിപാടിയായിരിക്കും ഇനി. അപ്പം പറ്റില്ലേ? അപ്പം പെട്ടു കേട്ടോ. അപ്പം പെട്ടു. മൈക്കിളേ മൈക്കിളേ
ലിവിൻ കൈ കൂപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. വല്യപ്പ മൈക്കിളിനെ കളിപ്പിക്കണ്ടേ? വല്യപ്പോ അപ്പൊ പറ്റൂല, പുള്ളിക്ക് പറ്റിയല്ല. അപ്പം പറഞ്ഞ് ഞങ്ങള് പള്ളിയെ വന്നതല്ലേ, ഞങ്ങള് മക്കളും വല്യപ്പന്മാരെല്ലാം ഒരുമിച്ച് കിടക്കണോ?